കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്കാണ് 56 വാർഡുകളുള്ള കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ് 3 ഘട്ടങ്ങളിലായി 32 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ബിജെപി ആദ്യഘട്ടത്തിൽ 21 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടു. തുടർഭരണം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലുള്ള LDF ആകട്ടെ ഇതുവരെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സമൂഹമാധ്യമങ്ങൾ വഴി നിരവധി പേരുകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുമുണ്ട്. ബിജെപിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും എന്ന വിവരമാണ് ഇന്നിപ്പോൾ വരുന്നത്. കൊല്ലത്ത് നിന്നും സുധീഷ് ചേരുകയാണ്. സുധീഷ്, കൊല്ലം ഈ പറഞ്ഞതുപോലെ LDFിൻ്റെ ചുവപ്പ് കോട്ടയാണ്. അത് നിലനിർത്താനുള്ള ശ്രമം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് അത് നിലനിർത്താനുള്ള ശ്രമം LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി പട്ടിക ഒരുപടി മുൻകൂട്ടി നേരത്തെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് അത് തിരിച്ചുപിടിക്കാൻ ആ വഴിയൊന്ന് മാറ്റിപ്പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ BJPയുടെയും രണ്ടാം ഘട്ട പട്ടിക പുറത്തു വരുമല്ലോ. തീർച്ചയായും സ്വപ്ന, അങ്ങനെ തന്നെയാണ്. 56 ഡിവിഷനുകളാണ് കൊല്ലം കോർപ്പറേഷനുള്ളത്. ഈ ഒരു ഡിവിഷനുകളിലേക്കാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടികളെല്ലാം തന്നെ നടത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ LDF ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നുള്ളൊരു ചിത്രം കൂടി ഇവിടെ കാണേണ്ടതുണ്ട്. എന്നാൽ UDF ആകട്ടെ ഇനി 8 സീറ്റുകളിൽ മാത്രമാണ് ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടതുള്ളത്. അതിൽ ലീഗിൻ്റെയും ഫോർവേഡ് ബ്ലോക്കിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഓരോ സീറ്റുകൾ വീതവും കോൺഗ്രസിൻ്റെ 6 സീറ്റുകളിലേക്കുമാണ് ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകേണ്ടത്. കോൺഗ്രസ് ഇപ്പോൾ 3 ഘട്ടങ്ങളിലായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏകദേശം 38 സീറ്റുകളാണ് 56 ഡിവിഷനുകളിലുള്ള കോർപ്പറേഷനിൽ കോൺഗ്രസിനുള്ളത്. അതിൽ 32 സീറ്റുകളിലേക്ക് അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 3 ഘട്ടങ്ങളിലായി അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. അതിൽ 2ഉം 3ഉം ഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ അതിൽ കൂടുതലും യുവാക്കൾക്കായിരുന്നു പ്രാതിനിധ്യം നൽകിയിരുന്നത് എന്നും ശ്രദ്ധേയമാണ്. ഒപ്പം BJP ആകട്ടെ 21 സീറ്റുകളിലേക്ക് 56 ഡിവിഷനുകളിലുള്ള കോർപ്പറേഷനിലെ 21 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഇന്ന് അവർ അതിനിടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ രണ്ടാം ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ അവർ കൂടുതൽ പ്രാധാന്യം നൽകിയത് കൂടുതൽ ജനകീയ മുഖങ്ങളെയും ഒപ്പം പ്രവൃത്തി പരിചയമുള്ളവരെയൊക്കെ ആയിരുന്നു BJP ആദ്യഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത്. എന്നാൽ ഇത്തവണ ഈ രണ്ടാം ഘട്ടത്തിൽ കൂടുതലായി പ്രാധാന്യം നൽകുന്നത് യുവാക്കൾക്കായിരിക്കുമെന്നൊരു സൂചന BJP വൃത്തങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ LDF ആകട്ടെ ഇതുവരെയും അവരുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ വഴി പല വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ തങ്ങളെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ചിത്രങ്ങളടക്കം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ അത്തരത്തിൽ നിരവധി പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും അതൊന്നും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തത് മൂലം നമുക്ക് അതിനകത്തൊരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി മുന്നോട്ട് വരുമെന്നാണ് LDF അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം CPMന്റെ തീർച്ചയായും ഏറ്റവും വലിയ കടമ്പ തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പ്രത്യേകിച്ച് പ്രാദേശിക തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥികളാണ്, ഒന്നിലേറെ സ്ഥാനാർത്ഥികളാണ്, വിമത സ്ഥാനാർത്ഥികളടക്കമാണ് സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്ന ആവശ്യവുമായി ഒരുപക്ഷെ മുന്നണികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അങ്ങനെ തുടരുകയാണ്.